ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് വരിക്കച്ചക്ക കൊണ്ട് നല്ല ചക്കപ്പഴം കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വരിക്കച്ചക്കയും നമ്മുടെ നേന്ത്രപ്പഴവും, അതായത് ഏത്തപ്പഴം, നല്ല പഴുത്ത 2 ഏത്തപ്പഴവും ഈ വരിക്കച്ചക്കയും കൂടെ കൊണ്ട് നമുക്ക് എങ്ങനെ നല്ലൊരു അടിപൊളി ഒരു പായസം ഉണ്ടാക്കാൻ നോക്കാം. ഞാനൊരു നല്ലൊരു അടികട്ടിയുള്ള ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട്, അത് ഇപ്പം മുന്തിരി എങ്ങനെയാണ് വറുത്ത് കോരുന്നതെന്ന് അറിയാമല്ലോ. പക്ഷെ അണ്ടിപ്പരിപ്പ് അതുപോലെ നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന, ഒരുപാടങ്ങ് മുരിഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് വറുത്ത് മാറ്റി ഞാൻ വെക്കുന്നില്ല. അതിലേക്ക് തന്നെയാണ് ഈ ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു 10-25 ചക്കയുടെ ചുളയുണ്ട്. 10-25 ചുളയുണ്ട്. അപ്പോൾ അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് 2 ഏത്തപ്പഴവും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് തന്നെ ഈ നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കും. നന്നായിട്ട് വഴറ്റിയെന്ന് വെച്ചാൽ ശരിക്കും ഈ പഴവും ചക്കയും നന്നായിട്ട് അതിൻ്റെ ഫ്ലേവർ രണ്ടും ഒരുമിച്ച് നല്ല ജസ്റ്റ് ഒന്ന് വഴറ്റുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ പഴവും ഒക്കെ നെയ്യിൽ നമ്മൾ എങ്ങനെയാണ് വറുത്ത് കഴിക്കാൻ നമുക്ക് കൊടുക്കുമല്ലോ, അതുപോലെ എടുക്കുന്നത് പോലെ തന്നെ ഒത്തിരി നേരം ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ പഴം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെന്ന് വെച്ചാൽ അത് നല്ലതായിട്ട് വഴറ്റി ചെറിയ തീയിലിട്ട് പഴവും ചക്കയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കുറേ നേരം വഴറ്റിയെടുക്കണം. ആ സെയിം ടൈമിൽ ഞാൻ ഇതിന് ആവശ്യമുള്ള ശർക്കര പാനി കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് നല്ല ഡൈല്യൂട്ടായിട്ട് അതിൻ്റെ ശർക്കരയെല്ലാം അലിഞ്ഞ്, അതായത് നമ്മളെങ്ങനെയാണ് പാനി കാച്ചി ഒഴിക്കുകയെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ആയതിന് ശേഷം നമ്മൾ ഈ ചക്കപ്പഴവും, അപ്പോഴേക്കും നമ്മുടെ ഈ ചക്കയും ഏത്തക്കായും നന്നായിട്ട് നെയ്യിൽ നല്ല മൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് ഈ ശർക്കര പാനി കാച്ചത് ഒഴിക്കാം. ശരിക്കും അരിച്ച് തന്നെ ഒഴിക്കണം. നമ്മൾ ഡയറക്റ്റ് എടുത്ത് പാനി കാച്ചിട്ട് ഉടനെ എടുത്ത് ഒഴിക്കരുത്. എല്ലാവരും ഇത് അറിയാം എല്ലാവർക്കും. ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ കുട്ടികൾക്കൊന്നും ചിലർക്ക് അറിയാതിരിക്കുമല്ലോ. അപ്പോൾ അറിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം ശർക്കര പാനി കാച്ചത് ജസ്റ്റ് അരിച്ച് തന്നെ ഒഴിച്ചിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഈ ശർക്കരയും ഈ ഏത്തക്കായും ചക്കയും എല്ലാം കൂടെ നല്ല മിക്സിങ് ആവണം. നന്നായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതിലിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ശർക്കരയുടെ മധുരവും എല്ലാം കൂടെ ഈ ചക്കയും പഴത്തിനും എല്ലാത്തിനും കൂടെ ആയിട്ട് ഒരു പ്രത്യേകതരം ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ്. ഞാനതിൽ അമൂലിൻ്റെ 1 ലിറ്ററിൻ്റെ മിൽക്ക് ബോട്ടിലാണ്, അത് അമൂലിൻ്റെ മിൽക്കാണ് ഞാൻ ഒഴിക്കുന്നതിൽ. തേങ്ങാപ്പാൽ വേണമെന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. എൻ്റെ കയ്യിൽ മിൽക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇതാണ് ഒഴിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 2 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, അതിൻ്റെ ടേസ്റ്റ് പറയാതെ അറിയാമല്ലോ എല്ലാവർക്കും. കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്താൽ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഈ പാല് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ അരിപ്പൊടി, നമ്മൾ പുട്ടിനും ഇഡ്ഡലിക്കൊക്കെ ചേർക്കുന്ന അരിപ്പൊടി, അത് ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ കൂട്ടിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പാലും എല്ലാം കൂടെ ചേർന്നിട്ട് ഒന്ന് ജസ്റ്റ് നല്ല ഗ്രേവി ഒന്ന് തിക്കായി വരും. ഇത് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചവ്വരി കുതിർത്ത് നമ്മളെങ്ങനെയാണ് ചേർക്കുന്നത് അതുപോലെ ചേർത്താലും മതി. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട്, ഉപ്പ് നമ്മുടെ ടേസ്റ്റ്, ഈ ഷുഗറിൻ്റെ എല്ലാത്തിൻ്റെ ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് സെർവിങ് ബൗളിലേക്ക് കോരി
വയ്ക്കാം. അടിപൊളിയാണ് സെർവ് ചെയ്യാനായിട്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല എന്താ പറയുക, നാവിൽ അത്രയ്ക്കും കൊതി വരുന്ന ടേസ്റ്റാണിത്. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് കൂടെ ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.